സ്പോട്ട് ലൈവ് തുടരുന്നു. ചെങ്ങന്നൂർ പുലിയൂരിൽ മരിച്ച യേശുദാസിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന പരാതിയെ തുടർന്ന് മൃതദേഹം പുറത്തെടുത്ത് റീപോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ ആരംഭിച്ചു. പുലിയൂർ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയുടെ ഭാഗമായ സെല്ലിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും. തഹസിൽദാരുടെ സാന്നിധ്യത്തിലാകും നടപടികൾ പുരോഗമിക്കുക. അതിനിടെ യേശുദാസിന്റെ മരണത്തിൽ സഹോദരൻ ഗബ്രിയലിനും ഹോം നേഴ്സിനും പങ്കുള്ളതായി സംശയിക്കുന്നതായി മരുമകൾ ലീന വ്യക്തമാക്കി. വിഷം ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് സൂചനകളുണ്ടെന്നും യേശുദാസിന്റെ സ്വത്തുവകകൾ സഹോദരൻ തട്ടിയെടുത്തതായും ലീന പറയുന്നു. മരണത്തിലുള്ള സംശയമാണ്. മരിച്ചത് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തെളിവായിട്ടില്ല. മരിച്ചു കിടക്കുകയായിരുന്നാണ് അയൽവാസിയിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. ഛർദ്ദിച്ച അവസ്ഥയിലായിരുന്നു. കൈകളൊക്കെ കരിനീലിപ്പുണ്ടായിരുന്നു. ഞങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ മകളുടെ വീട്ടുകാരെയോ എൻ്റെ ഫാമിലിയോ ബാക്കിയുള്ളവരെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി മൃതദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മോർച്ചറിയിലാക്കി. അവിടെ പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തിട്ടില്ല. അതേ തുടർന്ന് പിറ്റേ ദിവസം ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും വീടും വസ്തുവും പുള്ളിയുടെ പേരിലേക്കുള്ള ആധാരം ഞങ്ങളെ കാണിക്കുകയും ചെയ്തു. ഒരു ആധാരത്തിൻ്റെ സാക്ഷിയായിട്ടുള്ളത് ഈ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയാണ്. അത് കൂടാതെ തന്നെ ഈ ആധാരം രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനിടയിലാണ് പപ്പായുടെ മരണം. അത് അൺയൂഷ്വലാണ്. അത് സ്വത്തും പണവും എല്ലാം മാറ്റി. ഞങ്ങൾ അറിയില്ല, അറിഞ്ഞുകൂടാ, ഒന്നും അറിയില്ല. ഞാൻ അയച്ചു കൊടുത്ത 2023 അയച്ചു കൊടുത്ത പണമുണ്ട്. 23 ആയപ്പോൾ ഞാൻ പപ്പായോട് പറഞ്ഞു. പപ്പ അപ്പോഴത്തേക്കിനും ഞങ്ങളുടെ പാണ്ടനാട്ടുള്ള കുടുംബ സ്വത്ത് വിറ്റു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, യേശുദാസിന്റെ മരുമകൾ ലീനയുടെ പരാതിയിലാണ് മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. എന്തുകൊണ്ടാണ് റീന ഇതൊരു കൊലപാതകമാണെന്ന് ലീന ആരോപിക്കുന്നത്? പ്രത്യേകിച്ചും സഹോദരനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ, തെളിവുകൾ ലഭ്യമായിട്ടുണ്ടോ? ടോമെ, പുലിയൂർ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ ഉണ്ടായിരുന്ന മൃതദേഹം, അവിടുത്തെ സെല്ലിൽ ഉണ്ടായിരുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആർഡിഒയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അത് പൂർത്തിയാകുമെന്ന് രാവിലെ 10:30 യേശുദാസിന്റെ മൃതദേഹം 24ഓളം ദിവസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് എടുക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 20 യേശുദാസ് വീട്ടിൽ പുലിയൂരിലെ ബിൻസ് ഭവനത്തിൽ രക്തം ഛർദ്ദിച്ച നിലയിൽ അദ്ദേഹത്തെ കാണപ്പെടുന്നത്. തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. തുടർന്ന് ഇയാളുടെ യേശുദാസിന്റെ മകൻ മരണപ്പെട്ടിരുന്നു. മരുമകളും ഒപ്പം തന്നെ മകളും, ഇവർ രണ്ടുപേരും വിദേശത്തുള്ളവരാണ്. അവരുടെ കുടുംബവും ഒക്കെ വിദേശത്താണ്. അപ്പോൾ ഈ നാട്ടിൽ അച്ഛനെ നോക്കിയിരുന്നത് ഒരു ഹോം നേഴ്സായ ഒരു സ്ത്രീയാണ്. അവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഹോം നേഴ്സായ സ്ത്രീയും സഹോദരനും ചേർന്ന് ഈ പിതാവിന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ മരുമകളായ ലിനിയും ഒപ്പം തന്നെ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. മകൾ ഉള്ളത് ഇപ്പോൾ UK-യിൽ, വിദേശത്താണ് അവർ ഉള്ളത്. ബിൻസി എന്നുള്ള മകൾ കൂടി യേശുദാസിനുണ്ട്. ഈ സഹോദരനുമായി അത്ര നല്ല ബന്ധമായിരുന്നില്ല എന്ന് ഇവർ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഈ ചെറുമക്കളുടെ പേരിൽ, അതായത് മകന്റെ മരണശേഷം ചെറുമക്കളുടെ പേരിൽ FD അടക്കം ഇട്ടിരുന്നു. ലിനി ഈ കുട്ടികൾ ഉൾപ്പെടെ ആയി ഇവരെ വിദേശത്താണ് ഉള്ളത്. അപ്പോൾ ഈ കുട്ടികളുടെ പേരിൽ FD ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം സ്ഥലം വിറ്റ പണം ഉണ്ടായിരുന്നു. വീട് സ്വത്തുവകകളൊക്കെ തന്നെ ഈ സഹോദരൻ ഗബ്രിയലിന്റെ പേരിലേക്ക് മാറ്റിയിട്ടുള്ളതായാണ്. അതിലാണ് കുടുംബം ദുരൂഹത ആരോപിക്കുന്നത്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം മരണപ്പെട്ട ദിവസം അദ്ദേഹം രക്തം ഛർദ്ദിച്ച അവശനായ നില, അതായത് വിഷം ഉള്ളിൽ ചെന്ന രീതിയിലുള്ള സംശയമാണ് കുടുംബം പ്രകടിപ്പിക്കുന്നത്. ഒപ്പം കൈകൾ കരിനീലച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. ഇത്തരം സംശയങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ പുലിയൂർ SBI ബ്രാഞ്ചിലുണ്ടായിരുന്ന FD സംബന്ധിച്ച് അതിന് നോമിനിയായി ഈ ഗബ്രിയലിനെ, സഹോദരനുമായി അത്ര നല്ല ബന്ധമായിരുന്നില്ല യേശുദാസിനെ എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഈ ഹോം നേഴ്സിനെ അടക്കം കൊടുത്തത് സഹോദരനാണ് എന്നുള്ള ആക്ഷേപമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഈ CCTV-യിലടക്കം പല സമയങ്ങളിലും ദുരൂഹമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അതായത് മക്കളിൽ നിന്ന് പിതാവിനെ അകറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ തന്നെ കണ്ടിരുന്നു എന്നുള്ളതും ഈ ലിനി ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ
രജിസ്ട്രി, അതായത് സ്വത്തുക്കൾ സഹോദരന്റെ പേരിലേക്ക്, വീടും സ്ഥലവും സഹോദരന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ മാറ്റിയ കാര്യങ്ങൾ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് ഈ ഹോം നേഴ്സായി വന്ന സ്ത്രീയാണ് എന്നുള്ളതും ആ ആധാരം രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ യേശുദാസ് മരണപ്പെട്ടു എന്നുള്ളതുമാണ് കുടുംബം പറയുന്നത്. ഇതിൽ മുഴുവൻ അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ളതാണ്. ചെങ്ങന്നൂർ പോലീസിൽ കഴിഞ്ഞ 1-ന് മരുമകൾ പരാതി നൽകി. തുടർന്ന് ലിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ലിനിയുടെ പേരിലുള്ള സ്വത്തുക്കൾ ഉൾപ്പെടെ തട്ടിയെടുക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ്. തുടർന്ന് ഇവർ കള്ളപ്പരാതി നൽകി, പോലീസിൽ പരാതി നൽകി ലിനിയെ കൊടുക്കാൻ ശ്രമിച്ചു. ലിനി ആധാരമടക്കമുള്ള രേഖകൾ കൊണ്ടുവന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. പോലീസിനെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഇതിനകത്ത് മറ്റു ചില കളികൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ള സംശയം കുടുംബത്തിന് ബലപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചെങ്ങന്നൂർ RDOയുടെ നേതൃത്വത്തിൽ ഓർത്തഡോക്സ് പള്ളിയിലെ സെല്ലിൽ നിന്നുള്ള മൃതദേഹം എടുത്ത് അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ആന്തരിക അവയവങ്ങളടക്കം പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. ഇത്രയും ദിവസത്തെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അടക്കം 20-നാണ്, മാർച്ച് 20-ന് മരിച്ചു. 24-ന് ബന്ധുക്കൾ ഉൾപ്പെടെ എത്തി, വിദേശത്തുള്ള മരുമക്കളും ഒക്കെ എത്തി ആണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സംസ്കാര ചടങ്ങുകൾക്കായി മാറ്റിയിട്ടുള്ളത്. അതിനുശേഷം ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇവരെ ഈ മകളെയും ഒപ്പം തന്നെ മരുമകളെയും വീട്ടിൽ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാത്ത, അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ അസ്വാഭാവികതയോടുകൂടി ഈ ഹോം നേഴ്സായി വന്ന സ്ത്രീ പെരുമാറി എന്നതുൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തുടർന്നാണ് ബാങ്കിൽ ഉണ്ടായിരുന്ന പണങ്ങളെ ഈ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്തു എന്ന് മനസ്സിലായപ്പോഴാണോ ഇതൊരു അസ്വാഭാവികമായ മരണമാണ്, ഇതൊരു കൊലപാതകമാണ് എന്നൊരു സംശയം കുടുംബത്തിൽ തോന്നിയത്? മാത്രമല്ല CCTV ദൃശ്യങ്ങളടക്കം ചില അസ്വാഭാവികതകൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പോലീസ് അത് വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആരോപണ വിധേയരായിട്ടുള്ള ഈ മകൻ ഗബ്രിയലിനെയും ഹോം നേഴ്സിനെയും ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഈ ആര് കൊലപ്പെടുത്തിയെന്നാണ് ഇവർ സംശയിക്കുന്നത്. അതായത് ഹോം നേഴ്സിൻ്റെ സഹായത്തോടു കൂടി മകൻ കൊലപ്പെടുത്തി, മകൻ വിഷം നൽകി കൊന്നു, പിതാവിനെ കൊന്നു എന്നാണോ കുടുംബത്തിൻ്റെ ആരോപണം? ടോമി മകനല്ല, സഹോദരൻ, അതായത് ഈ യേശുദാസിന്റെ സഹോദരനെതിരെയാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. ഈ യേശുദാസിന്റെ മകനായ ബിൻസിന്റെ ഭാര്യ ലിനിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ബിൻസ് നേരത്തെ തന്നെ മരണപ്പെട്ടു പോയ ആളാണ് എന്നുള്ളതാണ്. അതിനുശേഷം ഈ കുട്ടികളുടെ പഠനവും കാര്യങ്ങളും അവരുടെ ജോലിയും ഒക്കെ ബന്ധപ്പെട്ട് ലിനിയും മക്കളും ഒക്കെ വിദേശത്താണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സഹോദരി ഉള്ളതും യുകെയിലാണ് എന്നുള്ളതാണ്. അപ്പം ബാക്കി നാട്ടിൽ ആരുമില്ല, പിതാവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സഹോദരനായി ഗബ്രിയലുമായി നേരത്തെ തന്നെ ചില സ്വത്ത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസൊക്കെ നിലനിന്നിരുന്നു. അപ്പം ഈ എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും ഈ സഹോദരനിലേക്ക് ഈ സ്വത്തുക്കൾ എഴുതി വെക്കാനുള്ള ഒരു പശ്ചാത്തലം ഇല്ല എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. മാത്രമല്ല ഈ മരണത്തിന്റെ സമയത്ത് ഇവര് എത്തിയ സമയത്ത് ഈ വീട്ടുജോലിക്കാരിയായ അല്ലെങ്കിൽ ഹോം നേഴ്സായ സ്ത്രീ അവിടെ കാണിച്ച ഒരു അധികാരം, അതിനകത്ത് അവരുടെ പെരുമാറ്റത്തിലുണ്ടായ പല അസ്വാഭാവികതകൾ, അത് ഒക്കെ കഴിഞ്ഞാണ് ഈ മരണമടക്കം മറ്റു കാര്യങ്ങളിലേക്ക് അവർ പോയി. അതിനുശേഷം അന്ന് ഇവരെത്തുന്നത് തന്നെ 20-ന് ആണ് മരണപ്പെടുന്നത്. 24-നാണ് അവരെല്ലാവരും വിദേശത്ത് നിന്ന് വരുന്നത്. ആ സമയത്ത് തന്നെ ഈ മരണം സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. പിന്നീട് ഈ വീട്ടിൽ നിന്ന് ഇവരെ പുറത്താക്കാനുള്ള രീതിയിലുള്ള പെരുമാറ്റം ഈ ഹോം നേഴ്സായ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോഴാണ് ആധാരം, അതായത് ഹോം നേഴ്സായ സ്ത്രീ പറയുന്നു ഇവരോട് ആധാരം ഉൾപ്പെടെ ഈ വീട് ഗബ്രിയലിന്റെ പേരിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കി എടുക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് ഒരു കാരണവശാലും അങ്ങനെ ഒരു ആധാരം നടത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യമോ അടുപ്പമോ ഇവർ തമ്മിൽ സഹോദരനുമായി ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ഈ ഹോം നേഴ്സായ സ്ത്രീ നൽകിയ കേക്ക് ഭക്ഷിച്ച ശേഷമാണ് ഈ പിതാവിന് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ള വിവരം കൂടി ഇവർക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ ആ കേക്കിൽ വിഷം കലർത്തി നൽകിയതാണോ എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നു. ഇതെല്ലാം കുടുംബത്തിന്റെ ആരോപണങ്ങളാണ്. എന്തായാലും പോലീസ് നിലവിൽ ആരെയും കസ്റ്റഡിയിലോ എടുക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ RDOയുടെ നേതൃത്വത്തിൽ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ FD അടക്കം മാറ്റപ്പെട്ടിട്ടുണ്ട്. അതും മാത്രമല്ല നോമിനിയായി വെച്ചിരിക്കുന്നതെല്ലാം ഗബ്രിയലിനെയാണ്. അപ്പോൾ കുറേ നാളായി സൈൻ ചെയ്യൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം തമ്പ് ഇംപ്രഷനാണ് ഡോക്യുമെന്റുകൾക്കായി ഉപയോഗിച്ചിരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ യേശുദാസിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ബോധപൂർവം ബലം പ്രയോഗിച്ചത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സംശയമുണ്ട്. കാരണം വീട്ടിലെ സാഹചര്യങ്ങൾ സംശയാസ്പദമായി മാറിയ ഘട്ടത്തിലാണ് ഈ പണമിടപാടുകൾ, ബാങ്കിൽ ഉണ്ടായിരുന്ന ഇടപാടുകളെ സംബന്ധിച്ച്
സംബന്ധിച്ചും FD സംബന്ധിച്ചുമൊക്കെ അന്വേഷിക്കാൻ കുടുംബം തീരുമാനിച്ചതെന്നുള്ളതാണ്. കുടുംബം പരിശോധിച്ചപ്പോഴാണ് ഇതിനെല്ലാം നോമിനിയായി ഗബ്രിയേൽ വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. യേശുദാസിന്റെ സഹോദരൻ ഗബ്രിയേലിനും ഹോംനേഴ്സിനുമെതിരെയാണ് കുടുംബം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സംഭവം കൊലപാതകമാണ്, അതായത് സ്വത്ത് തട്ടിയെടുക്കാൻ യേശുദാസിനെ കൊലപ്പെടുത്തിയതാണെന്ന സംശയമാണ് കുടുംബത്തിനുള്ളത്. കുടുംബത്തിൻ്റെ പരാതിയിൽ, അതായത് മരുമകളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.